ഒരുപാട് നാളായി ഞാൻ യൂട്യൂബിൽ ലോങ് വീഡിയോ ഇട്ടിട്ട്. അത് വേറൊന്നുമല്ല, എനിക്ക് നല്ല മടിയാണ്, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2025 പൂരം എക്സിബിഷന് പോയ വീഡിയോ ആണ്. ഇതെല്ലാ വർഷവും പോണതാണ്, എല്ലാ വർഷവും സെയിം സംഭവങ്ങൾ തന്നെയാണ് കാണുന്നതും. റേറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നു എന്നല്ലാതെ വേറെ ഒരു മാറ്റവും ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. എല്ലാ വർഷവും വരുന്ന സെയിം ആളുകൾ തന്നെയാണ് വരുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം പക്ഷേ നമ്മൾ പോവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൃശ്ശൂർക്കാർക്ക് ഈ പൂരം എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വികാരമാണ്. കാരണം എത്ര ടൈമില്ലെങ്കിലും എത്ര എന്താ പറയുക തിരക്ക് പിടിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ഒരു വട്ടമെങ്കിലും ഒന്ന് പോയി കണ്ടേ നിൽക്കുള്ളൂ. അങ്ങനെ അപ്പം എനിക്ക് ഇങ്ങനത്തെ ഓരോ സ്റ്റാളിൽ കയറിയിട്ടും ഓരോ സാധനങ്ങളുടെ വില ചോദിക്കാനും അവരിപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുമ്പോൾ അത് കഴിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ രാജസ്ഥാനി വളകൾ ഞാൻ ഒരു വട്ടം അങ്ങോട്ട് എനിക്ക് അമ്മ വാങ്ങി തന്നിട്ടുള്ളൂ. ഹസ്ബൻഡിൻ്റെ അമ്മ കേട്ടോ വാങ്ങി തന്നിട്ടുള്ളത്, അല്ലാതെ നമ്മളങ്ങനെ വാങ്ങാറില്ല. കാരണം നല്ല റേറ്റാണ്. പിന്നെ ഇപ്രാവശ്യം വന്ന സംഭവമാണ് ഈ കടലിനടിയിലെ അത്ഭുത കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിന് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കുന്നതുകൊണ്ട് നമ്മളതിൽ കയറാൻ മെനക്കെട്ടില്ല. പിന്നെ നേരെ നമ്മൾ പോയത് ബജ്ജിക്കടയിലോട്ടാണ് കേട്ടോ. എനിക്കാണെങ്കിൽ കോളിഫ്ലവറിൻ്റെ ബജ്ജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് മേടിച്ച് കഴിക്കുകയാണ്. അതത്ര ഹെൽത്തിന് നല്ലതാണോ എന്നൊക്കെ ചോദിച്ചാൽ അല്ലായിരിക്കാം, ബട്ട് എനിക്കത് ഇഷ്ടമാണ്. പിന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ബോട്ടിങ്ങിനൊന്നും ഞാൻ ഇതുവരെയായിട്ടും കയറിയിട്ടില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. കാരണം എല്ലാ വർഷവും ഞാൻ കയറുന്നതാണ്, പക്ഷേ ഇപ്രാവശ്യം കയറാൻ പറ്റിയില്ല. അതിൻ്റെ വിഷമം തീർക്കാൻ ഞാനൊരു ചോളം മേടിച്ച് കഴിച്ചു. പിന്നെ സ്വീറ്റ് കോൺ ആണ് കേട്ടോ. പിന്നെ എന്താ ചുമ്മാ ഇവിടെ അങ്ങനെ ഇങ്ങോട്ട് കറങ്ങി തിരിഞ്ഞ് നടന്ന് അവിടെ ഞങ്ങൾ പോരുമ്പോഴേക്കും ലൈറ്റൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഊബർ വിളിച്ച് വീട്ടിലോട്ട് പോന്നു. വീട്ടിലോട്ട് പോന്നിട്ട് ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ള സംഭവമാണ് ഇപ്പോൾ കാണിക്കുന്നത്. പണ്ടൊക്കെ നമുക്കൊരു ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു മിഠായി ആണോ എന്താ ഒരു സംഭവം ഉണ്ടായിരുന്നു, ബിസ്ക്കറ്റ് പോലത്തെ. അപ്പോൾ ഒരു പാക്കറ്റിൽ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരുന്ന മിഠായിയാണ് കേട്ടോ ഇതിന് ഒരെണ്ണം ഫ്രീ ആയിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. 90 രൂപയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പുറത്ത് കുറച്ചും കൂടെ നീങ്ങിയിട്ട് വേറൊരു കടയിൽ 100 രൂപയ്ക്കും വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കപ്പ് മേടിച്ചു, 2-3 കയ്യിൽ മേടിച്ചു. പിന്നെ വിത്തുകൾ മേടിച്ചു. അതെല്ലാ കൊല്ലം വാങ്ങണതാണ് കേട്ടോ. അത് കാർഷിക സർവകലാശാലയുടെ ഒരു സ്റ്റാളുണ്ട്, അവിടെ നിന്നാണ് നമ്മളിത് വാങ്ങാറ്. പിന്നെ ഒരു 299 രൂപ ടോപ്പ് എടുത്തായിരുന്നു കേട്ടോ. ഇത് മെറ്റേണിറ്റി വെയർ ആണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ള പോലെ തോന്നി. ഇപ്പോൾ ഞാൻ കഴുകി യൂസ് ചെയ്ത് നോക്കി, നല്ലതാണ്. പിന്നെ അമ്മയ്ക്ക് ഒരു നൈറ്റി മേടിച്ചു. അത്രയൊക്കെ തന്നെ നമ്മൾ മേടിച്ചുള്ളൂ കേട്ടോ. അധികം പൈസ ഒന്നും ചിലവാക്കാൻ നിന്നില്ല കേട്ടോ.